ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നല്ല പനിയുണ്ട്. എന്നാലും അറിഞ്ഞ ചില വിഷയങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് തോന്നി. ഇസ്ലാം മതത്തെ ഇനിയും കേരളത്തിൽ ആരെങ്കിലും വിമർശിച്ചാൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും എന്ന രൂപത്തിൽ ഒരുപാട് മെസ്സേജുകൾ വരുന്നു, മെയിലുകൾ വരുന്നു, വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു പുതിയ ചാനൽ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ലൈവ് ചെയ്തിരുന്നല്ലോ. അപ്പോൾ ഒരു ലൈവ് ചെയ്തിരുന്നു. ആ ലൈവിനകത്ത് ഞാനൊരു നമ്പറും കൊടുത്തിരുന്നു. അപ്പം അത് ബൈജുവിൻ്റെ നമ്പറാണ്. അതിനകത്ത് വാട്സപ്പ് ചെയ്യാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം മറ്റൊരാളുടെ നമ്പർ ഇതുമായിട്ട് എന്തോ ചെറിയൊരു സാമ്യതയുണ്ട്, ആ നമ്പറിലേക്ക് കോള് വരുന്നു എന്ന് പറഞ്ഞിട്ട് ആ ആള് നമ്മളെ വിളിക്കുവാണ്. എന്ത് കാര്യമുണ്ട്? സാമ്യതയുള്ള നമ്പർ സർവ്വസാധാരണമല്ലേ? 470 471, ചിലപ്പോൾ 471 470. നമുക്ക് നമ്മുടെ നമ്പർ മാറ്റാൻ പറ്റില്ല, അവർക്ക് അവരുടെ നമ്പർ മാറ്റാൻ പറ്റില്ല. അത് വിളിക്കുന്നവരുടെ മാത്രം ഉത്തരവാദിത്വമാണ് നോക്കി വിളിക്കുക എന്നത്. എന്നിട്ട് അദ്ദേഹം സംസാരിച്ചതിനിടയ്ക്ക് നിങ്ങൾ എന്തിനാണ് ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നത് വാട്സാപ്പിലൂടെ? നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ടൂള് കിട്ടുന്നുണ്ടോ? ഓ, ഒരു BJP പ്രവർത്തകനാണ് ഈ ചോദിക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ, നമുക്കറിയില്ല. എനിക്ക് അദ്ദേഹത്തെ കുറിച്ചിട്ട് അറിയില്ല. എനിക്ക് മെയിലിൽ കയറി വന്നതാണ് ഒരിക്കൽ, കേസൊക്കെ ആയിരിക്കുന്ന സമയത്ത് അങ്ങനെ കയറി വന്നിട്ട് കേസിന്റെ വിവരങ്ങളൊക്കെ ചോദിച്ചാണ് പരിചയപ്പെടുന്നത് തന്നെ. ആലോചിക്കണം. എന്നിട്ട് ഒടുവിൽ അദ്ദേഹം പറയാണ്, അല്ല, നിങ്ങൾക്ക് ഹിന്ദുക്കളുടെയും RSSന്റെയും BJPയുടെയും ഒന്നും സപ്പോർട്ട് കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ. ഇവൻ ആരാ? എല്ലാത്തിൻ്റെയും മൊത്ത കൊട്ടേഷനോ? BJPയുടെയും RSSന്റെയും ഹിന്ദുക്കളുടെയും മൊത്തം. അതല്ലെങ്കിൽ ഇവരോട് ആരോടെങ്കിലും ഒരു സംരക്ഷണം ചോദിച്ച് നമ്മൾ ആരെങ്കിലും ചെന്നിട്ടുണ്ടോ? ഇല്ല. എന്നിട്ട് ഒടുവിൽ ഇനി വിമർശനം നടക്കില്ല കേട്ടോ. ഇവരുടെയൊക്കെ സമ്മതം വേണോ ഇവിടെ ഇരുന്ന് വിമർശിക്കണമെങ്കിൽ? ഞാൻ ജനിച്ചു വളർന്ന മതത്തെ സംബന്ധിച്ച് എൻ്റെ കാഴ്ചപ്പാടുകൾ തുറന്നു പറയാൻ എനിക്ക് ആരുടെയും പിന്തുണ ആവശ്യമില്ല. എനിക്ക് ആരുടെയും സഹായ സഹകരണങ്ങളും വേണ്ട. കാരണം ജനാധിപത്യ വിരുദ്ധതകളാണ് ഈ മതപ്രമാണങ്ങളിലുള്ളത് എന്ന് എനിക്കറിയാം. സർവോപരി സ്ത്രീ വിരുദ്ധതകൾ എമ്പാടും ഉണ്ടെന്നറിയാം. മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടെന്നറിയാം. അത് തുറന്നു പറയാൻ ഞാൻ ബാധ്യസ്ഥയുമാണ്. അത് മനസ്സിലാക്കി വെച്ചിട്ട് അത് ഹൈഡ് ചെയ്ത് ഒരു വിഭാഗത്തെ മുഴുവനും വഞ്ചിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അത് തുറന്നു പറഞ്ഞ് മാനസികമായി ഒരു തൃപ്തിപ്പെടലെങ്കിലും ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഞാൻ ഇസ്ലാം എന്താണ് എന്ന് മനസ്സിലാക്കി. അത് തുറന്നു പറയാതിരുന്നിരുന്നെങ്കിൽ എനിക്ക് ഇക്കണ്ട വിഷമങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. സാമ്പത്തിക നേട്ടം വേറെയും ഉണ്ടാകുമായിരുന്നു. സുന്ദരമായി എനിക്ക് ഇസ്ലാമിൽ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കാമായിരുന്നു. പക്ഷേ മനസാക്ഷിയെ വഞ്ചിച്ചു മാത്രമേ നിൽക്കാൻ പറ്റൂ. മനസാക്ഷിയെ വഞ്ചിച്ച് നിൽക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് ഉള്ള കാര്യം, ഞാൻ മനസ്സിലാക്കിയ സത്യാവസ്ഥ ഞാൻ ജനങ്ങളോട് തുറന്നു പറഞ്ഞു. അതിൽ ഉണ്ടാകാവുന്ന എത്ര വലിയ നഷ്ടവും എത്ര വലിയ കഷ്ടവും സഹിക്കാൻ സന്നദ്ധയായിട്ട് തന്നെയാണ് പറഞ്ഞത്. സാധാരണ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾക്കൊക്കെ ഫിനാൻഷ്യലി സെറ്റപ്പ് ഉണ്ട്. അവർക്ക് ആ രൂപത്തിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെയോ ഒരു വിങ്ങിന്റെയോ അതല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെയോ ഒക്കെ നല്ല രൂപത്തിലുള്ള പിന്തുണയുണ്ട്. ഞാൻ ഒരു സംഘടനയുടെയും ഭാഗമായിട്ടില്ല ഇതുവരെ. ഒരു സംഘടനയിലും മെമ്പർഷിപ്പ് എടുത്തിട്ടുമില്ല. സ്വതന്ത്രയായി നിൽക്കാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ആരുടെയും പിന്തുണയുടെ ആവശ്യമില്ല. നിങ്ങളിപ്പോ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ടീച്ചർക്ക് ഐക്യദാർഢ്യം, ആ പിന്തുണ കണ്ടിട്ട് ഇസ്ലാമിനെ വിമർശിക്കുന്ന ഒരാളല്ല ഞാൻ. ഇപ്പൊ എനിക്ക് നാളെ എന്തെങ്കിലും ഒരു കേസ് വരുന്നു, ഈ സോഷ്യൽ മീഡിയയിലെ ഈ പിന്തുണ പ്രഖ്യാപിക്കുന്ന എത്ര പേര് കാണും എന്നോടൊപ്പം? പിന്തുണ പ്രഖ്യാപിക്കാൻ എളുപ്പമാണ്.
പക്ഷെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരല്പം പ്രയാസമുള്ള കാര്യമാണ്. എനിക്ക് കേസ് വന്ന സമയത്ത് ഞാൻ കണ്ടതാണ്. എത്ര പേര് എന്നോടൊപ്പം ഉണ്ടാകുമെന്നത് ഞാൻ നേരിട്ട് അനുഭവിച്ചറിഞ്ഞ വസ്തുതയാണ്. അതുവരെ എന്തെങ്കിലുമൊക്കെ കടമൊക്കെ ചെറിയ രൂപത്തിൽ വാങ്ങുകയും തിരിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആളുകൾ പോലും എനിക്ക് കേസ് വന്ന സമയത്ത് പലതും പറഞ്ഞ് എന്നിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അതൊക്കെ വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. അപ്പോ നമ്മൾ ഇസ്ലാം മതത്തെ വിമർശിക്കുമ്പോൾ കൈകൊട്ടി ചിരിക്കാൻ ആൾക്കാരുണ്ടാകും. പക്ഷെ അവരുടെ മതത്തെ സംബന്ധിച്ച് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു നോക്കിക്കേ, ശരിയാണ് പറയുന്നത്. അവനവന്റെ മതത്തെ കുറിച്ച് പറഞ്ഞാൽ എല്ലാവർക്കും പൊള്ളും. ശരിയാണ്. ഞാൻ ഇസ്ലാമിനെ വിമർശിക്കുന്നു എന്നുള്ളത് കൊണ്ട് മറ്റെല്ലാ മതങ്ങളും ശരിയാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. ഉമ്മയുണ്ടാകും. അപ്പോ മറ്റു മതത്തെ കുറിച്ചിട്ട് എനിക്ക് അറിയാത്തത് കൊണ്ടാണ് അതിനെ സംബന്ധിച്ച് ഞാൻ വിമർശിക്കാത്തത്. അതല്ലാതെ അതൊക്കെ ശരിയാണ് എന്ന അഭിപ്രായമുള്ളത് കൊണ്ടല്ല. ഇപ്പോ നമുക്കറിയാം, ജസ്ന സലീം എന്ന പെൺകുട്ടി കൊയിലാണ്ടിക്കാരിയാണ്. ഈ കണ്ണന്റെ ചിത്രം വരച്ചു എന്നതിന്റെ പേരിൽ മാത്രം എത്ര വലിയ വേദനകളാണ് ആ പെൺകുട്ടി അതിന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നത്. 9ാം ക്ലാസ് വരെ മാത്രം വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടി പ്രധാനമന്ത്രിയോടൊപ്പം വരെ നിന്ന് ആ പെൺകുട്ടി വരച്ച ചിത്രം പ്രധാനമന്ത്രിക്ക് വരെ കൈമാറാൻ സാധിക്കുന്നു. ഒരുപാട് പ്രമുഖരായ ആളുകൾ, ഒരുപാട് സിനിമാ നടന്മാർക്ക് തന്നെ ആ പെൺകുട്ടി കണ്ണന്റെ ചിത്രം വരച്ചു നൽകുന്നു. പലരും പറയുന്നു അത് ഫോട്ടോസ്റ്റാറ്റ് ആണ്, അവൾ ഒരു ചിത്രം വെച്ചിട്ട് അടുത്ത ചിത്രം ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നതാണ്. വിമർശകർ അങ്ങനെയാണ്. അവർ ഇവരെ വിമർശിക്കാനുള്ള പഴുതുകൾ അന്വേഷിക്കും, ആലോചിക്കും. ഇപ്പോ അമ്പലത്തിലേക്കുള്ള പൂജാ സാധനങ്ങള് മുസ്ലിങ്ങൾ വിൽക്കാൻ പാടില്ല എന്നൊരു ഉത്തരവ് ഏതെങ്കിലും പള്ളിയിൽ നിന്നും ഒരു ഫത്വ, ഒരു മതവിധി പുറപ്പെടുവിച്ചു നോക്കട്ടെ. ഗുരുവായൂർ അമ്പലത്തിന് ചുറ്റുമുള്ള ഒരുപാട് കടകൾ അടച്ചിടേണ്ടി വരും, ഒരുപാട് ഹോട്ടലുകൾ പൂട്ടിയിടേണ്ടി വരും. മുസ്ലിങ്ങൾ സിനിമാ തിയേറ്ററുകൾ തുറക്കരുത് എന്ന് പറഞ്ഞു നോക്ക്. അപ്പൊ എല്ലാവരും പ്യുവർ ഹലാലായി മതം എന്താണോ അനുശാസിക്കുന്നത് അത് പ്രകാരം ജീവിക്കുന്നവരല്ല. എല്ലാവരുടെ ജീവിതത്തിലും ചില കല്ലും നെല്ലുകളും ഒക്കെ ഉണ്ട്. പക്ഷേ അതവിടെ വെച്ചിട്ട് അപരന്റെ ജീവിതത്തിലെ പൊട്ടും പൊടിയും അന്വേഷിച്ചു പോകുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുന്നത്. ആ പെൺകുട്ടിയുടെ മകനെ മദ്രസയിലെ ഉസ്താദ് അകാരണമായി, അതായത് കണ്ണന്റെ ചിത്രം വരയ്ക്കുന്ന ഒരുത്തിയുടെ മകൻ എന്നുള്ള രൂപത്തിൽ ശിക്ഷിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തപ്പോൾ പിന്നീട് ആ കുഞ്ഞിന് സ്കൂളിലേക്കോ മദ്രസയിലേക്കോ പോകാൻ തന്നെ താല്പര്യമില്ലാതായി. സർവ്വസാധാരണമാണത്. അങ്ങനെ കുഞ്ഞു കുറെ നിർബന്ധങ്ങളും വാശികളും വീട്ടിൽ കാണിക്കുന്നു. ഒരുത്തൻ വലിയ രൂപത്തിൽ ഒരു ഭീഷണിയുമായിട്ട് വന്നിട്ടുണ്ട്. റഹ്മത്ത്, നീ ഇസ്ലാമിനെ വിമർശിക്കാൻ നീ നിന്റെ വിചാരം എന്താണ്? ഇസ്ലാം ഇങ്ങനെ നിന്റെ സമയം അപകടത്തിലേക്ക് പോകാനുള്ള നിന്ന് പൂട്ടി. ആദ്യം മര്യാദയ്ക്ക് മലയാളം എഴുതാൻ പഠിച്ചിട്ട് വേണം. അപ്പോഴാ മനുഷ്യന്മാരെ പറയിപ്പിക്കാൻ വേണ്ടി എന്തോടാ നീ എഴുതി കൂട്ടുന്നത്? പെട്ടെന്ന് പ്രൊഫൈൽ പിക്ചറും ഒന്ന് മാറ്റി. മലയാളമെങ്കിലും ഒന്ന് മര്യാദയ്ക്കൊന്ന് എഴുതാൻ പഠിക്കടാന്ന്. നിനക്കൊക്കെ നാണവും മാനുമാകുന്നില്ലേ? പോത്തിനെ പോലെ വളർന്നിട്ടും മാതൃഭാഷ പോലും അക്ഷരത്തെറ്റില്ലാതെ മര്യാദയ്ക്ക് എഴുതാൻ അറിയാത്ത തെണ്ടികൾ വന്നിട്ട് തെറി വിളിക്കുക. ഒന്ന് പോടാ അവിടുന്ന്. ചുമ്മാ മനുഷ്യന്റെ സമയം കളയാൻ വേണ്ടിയിട്ട് എന്തുവാ ഇവൻ എഴുതുന്നത്? മലയാള ഭാഷയെ വ്യഭിചരിച്ചു കൊണ്ടിരിക്കുന്ന അലവലാദികള്. ഒരു തെറിയാണെങ്കിലും ശരി, മര്യാദയ്ക്ക് അക്ഷരത്തെറ്റില്ലാതെ അങ്ങ് എഴുത്. നീയൊക്കെ എന്തോ ഉണ്ടാക്കുക? ഇന്ത്യൻ ഹിജട നിന്റെ തള്ള കേട്ടാ.
ബാബാജി അവൻ വിചാരിച്ചു സോഷ്യൽ മീഡിയ അവന്റെ തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയതാണെന്ന്. പോടാവേ, കുറെ എണ്ണ ഇങ്ങി വരും. പബ്ലിക്കിൽ എന്ത് പറയണം, എന്ത് പറയാൻ പാടില്ല എന്ന് ഒന്നും അറിയാതെ കുറെ ഊളകള്. അയ്യോ ഫർസിയ ബാനു, ബാക്കിയുള്ളവരുടെ സമയം പോകുന്നത് അനക്കൊന്നും വരെ പണി. നിന്നെ ഇവിടെ ആരടി വിളിച്ചേ? ഏ, നിന്റെ സമയം കളയാൻ ഇവിടെ നിന്നെയൊക്കെ ആരെങ്കിലും വിളിച്ചോ? പോയി കിടന്നു കൊടുക്കടി പോടി കൃഷിയിടങ്ങളെ. ബഷീർ എന്താടാ നിന്റെ ഉമ്മയുടെ വീട്ടിൽ പേരാടാ അത്? ആണാ നിന്റെ ഉമ്മായ വീട്ടിൽ വിളിക്കുന്ന പേരാ അങ്ങനെ? ആ ശരി, നന്നായിട്ടുണ്ട് കേട്ടാ. ഉമ്മായും അപ്പായും മാറി മാറി ഈ പേരാ വിളിക്കുന്നത് അല്ലേ? ആ ബിസിനസ് മാഗ്നറ്റ്. ഉമ്മാടെ ഇത് വിറ്റിട്ടാണോടാ തെണ്ടി നീ ജീവിക്കുന്നേ? ആണാ? ആ നല്ല കച്ചവടമായിരിക്കുമല്ലോ നിനക്ക്. നല്ല കച്ചവടം കിട്ടും കേട്ടാ. ഉമ്മാടത് കൂടി ആവുമ്പോഴേ കുറച്ചും കൂടി ഒറിജിനാലിറ്റി വരും. മുഹ്സിന, നീ മരിച്ചാൽ കത്തിക്കുമായിരിക്കും അല്ലേ? അല്ല, നീ വന്ന് തീ കൊളുത്ത്. കുറെ കൃഷിയിടങ്ങൾ ഇങ്ങ് വരും കേട്ടാ. എന്താ കൊടൈക്കനാൽ ഉണ്ടോന്ന് കൊടുക്കുന്നുണ്ട് ഷിബില്. ഉമ്മയോട് ചോദിക്കടാ കൊടുക്കുന്നുണ്ടോന്ന്. അതാകുമ്പോ എത്ര രൂപ കൊടുത്താലും വീട്ടിനകത്ത് തന്നെ നിൽക്കുമല്ലോ, പുറത്ത് പോകത്തുമില്ല. കുറെ എണ്ണങ്ങ് കേറി വരും. അപ്പൊ ഈ പെൺകുട്ടി കണ്ണന്റെ ചിത്രം വരച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിന്റെ പേരിലാണ് ഉസ്താദ് ആ പെൺകുട്ടിയുടെ മകനെ വല്ലാതെ മാനസികമായിട്ട് ഹേർട്ട് ചെയ്യുന്ന രൂപത്തിൽ സംസാരിക്കുന്നു. അങ്ങനെ ആ കുട്ടി വീട്ടിൽ വന്ന് കുറച്ച് നിർബന്ധം കാണിക്കുന്നു. അങ്ങനെ ഇവരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നു. കുട്ടിയെ കൗൺസിലിംഗ് ചെയ്യുന്നു. അതിനിടയ്ക്ക് ഒരാള് ജസ്നയെ വിളിച്ച് ബന്ധപ്പെടുന്നു. ഞാൻ ഇന്ന ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് എന്ന് പറയുന്നു. അപ്പൊ കുട്ടി കഴിക്കുന്ന മരുന്നിനെ സംബന്ധിച്ചും കുട്ടിക്ക് അവിടെ നിന്ന് കിട്ടുന്ന ട്രീറ്റ്മെന്റിനെ സംബന്ധിച്ചുമൊക്കെ ഈ ജസ്നയുമായി സംസാരിച്ചപ്പോൾ ജസ്ന ഉറപ്പിച്ചു ഇത് ഡോക്ടറാണ്. അങ്ങനെ സംസാരിച്ചു വന്ന് കുട്ടിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഈ പയ്യൻ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. അപ്പൊ വീട്ടിൽ പോകുമ്പോൾ ഡോക്ടറാണ് എന്നുള്ള രൂപത്തിൽ ബോർഡുകളൊന്നും കാണുന്നില്ല. വിസിറ്റേഴ്സിന് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊന്നും ആ വീടിന്റെ പുറത്ത് കാണുന്നില്ല. അപ്പോൾ ജസ്ന സംശയം പ്രകടിപ്പിച്ചപ്പോൾ മാനസിക രോഗത്തിനല്ലേ ഞാൻ ചികിത്സിക്കുന്നത്, അതുകൊണ്ട് പുറത്ത് ബോർഡൊന്നും വെച്ചിട്ടില്ല എന്ന് യുവാവ് പറയുന്നു. അങ്ങനെ അകത്ത് കയറ്റി ഈ പെൺകുട്ടിയെ മാരകമായി ശാരീരികോപദ്രവം ചെയ്യുന്നു. കൈ രണ്ടും കൂട്ടിക്കെട്ടി അതിനെ ബലാത്സംഗം ചെയ്യുന്നു. അങ്ങനെ അതിന്റെ വീഡിയോ വിഷ്വൽ പകർത്തുന്നു. എന്നിട്ട് അത് വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ തുടങ്ങി. പിന്നീട് ഈ പെൺകുട്ടിക്ക് വീട് വെക്കാൻ വേണ്ടിയിട്ട് ഗോകുലം ഗോപാലനൊക്കെ കുറച്ച് ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുന്നു. ആ പണമൊക്കെ കൊണ്ടുപോയത് ഇവനാണ്. ഈ വീഡിയോ ഞാൻ പുറത്തു വിടുമെന്ന് പറയുന്നു. അപ്പൊ നരേന്ദ്രമോദിക്ക് അടക്കം ചിത്രങ്ങൾ കൈമാറിയ ഗുരുവായൂർ അമ്പലനടയില് എല്ലാ ശ്രീകൃഷ്ണ ജയന്തിക്കും 100 ചിത്രങ്ങൾ വീതം സമ്മാനിച്ച് എല്ലാ ജനങ്ങൾക്കും അറിയുന്ന ഒരു വ്യക്തി ഈ വിഷ്വൽ പുറത്തു വന്നാൽ എന്നെ കുറിച്ചിട്ട് എന്തായിരിക്കും മറ്റുള്ളവർ വിചാരിക്കുക എന്ന ഭയത്താൽ ഈ പെൺകുട്ടിക്ക് ഇത് ഒന്നും ആരോടും പറയാനും പറ്റില്ല, കേസ് കൊടുക്കാനും പറ്റില്ല. ഹസ്ബൻഡ് ഗൾഫിലാണ്. ഹസ്ബൻഡിനെ വിവരം അറിയിച്ചാൽ വീട് ലോൺ എടുത്തു വെച്ചതാണ്. ഹസ്ബൻഡ് അതൊക്കെ നിർത്തി ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നാൽ ലോൺ അടവ് മുടങ്ങും. അങ്ങനെ ഒരുപാട് ഫ്രസ്ട്രേഷനിൽ ഈ പെൺകുട്ടി ദിനരാത്രങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒടുവിൽ ഈ പയ്യന്റെ ഉമ്മയെ തേടി പിടിക്കുന്നു. അവരേതോ ഒരു സഹകരണ ബാങ്കിലെ ജോലിക്കാരിയാണ്. അങ്ങനെ അവിടെ തേടി പിടിച്ച് ഈ ഉമ്മയുടെ കാല് പിടിച്ച് ഈ പെൺകുട്ടി കരയുന്നു. നിങ്ങളുടെ മകൻ എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുവാണ്, എന്നെ നിങ്ങളൊന്ന് രക്ഷപ്പെടുത്തണം. അപ്പൊ മകനെ കുറിച്ചിട്ട് ഉമ്മ പറയുന്നു, 16 വയസ്സ് മുതൽ ഇക്ര ഹോസ്പിറ്റലിലെ മാനസിക രോഗത്തിന് ചികിത്സിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സൈക്കോ ആണ് എൻ്റെ മകൻ. പലപ്പോഴും എന്നെയും ഉപദ്രവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിതിനകത്ത് നിന്നെ സഹായിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. ഒടുവിൽ സഹികെട്ടി പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ തയ്യാറാകുന്നു. അവിടെയും ഈ കുട്ടിക്ക് നീതി കിട്ടുന്നില്ല.
അഫ്സലെ, മര്യാദയ്ക്ക് ഒരാളെ സംബോധന ചെയ്ത് മര്യാദയ്ക്ക് ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയും. എടി പൊടി, നീ വാടി പൊടി എന്നൊക്കെ വിളിച്ചാൽ നിന്റെ വീട്ടിൽ ഇരിക്കുന്നത്, ഈ കെട്ടിയിരുത്തിയിരിക്കുന്ന ആ അച്ചിയെ വിളിക്കണം. മനസ്സിലായ? ഞാൻ പറയണമെന്ന് നീ വിശ്വസിക്കണ്ട, വെച്ചിട്ട് പോടാ. നീ പറയുന്നതെല്ലാം ഞാൻ വിശ്വസിക്കാം. എന്താണ് ഇത് നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സംസാരം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതാണ് ഞാൻ പിന്നെയും ചാറ്റിങ്ങിനെ അവോയ്ഡ് ചെയ്ത് വിടുന്നത്. നിങ്ങൾ തന്നെ ഇത്തരക്കാരെ പ്രതിരോധിച്ചാൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഡോൺ ബി സില്ലി. M4 മ്യൂസിക്കിന് അടിപൊളി ഒരു മറുപടി അങ്ങോട്ട് കൊടുക്ക്. കഴിഞ്ഞല്ലോ കാര്യം. ഹനീഫയ്ക്ക് എന്താ അറിയേണ്ടത്? ഓ ഓ ഓ ശരി ശരി ശരി. അപ്പോ അതായത് ഇസ്ലാമിന് പ്രഹരമേൽക്കുന്നു. ജസ്ന സലീം എന്ന പെൺകുട്ടി കണ്ണന്റെ ചിത്രം വരച്ച് അതിന്റെ ഉപജീവന മാർഗം മുന്നോട്ട് കൊണ്ടുപോയാൽ അള്ളാഹുവിന്റെ സിംഹാസനം ഇരുന്ന് ആടുമോ? അഫ്സൽ, നീ പറയുമ്പോൾ വെച്ചിട്ട് പോകാൻ നിന്റെ ചെലവില്ല. ഞാൻ പിന്നെ ആരാണ്? നിന്റെ തന്തയുടെ ചെലവില്ലോ? നിന്നെ ആരുടെ ഇങ്ങോട്ട് വിളിച്ചേ? നിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോ? വലിഞ്ഞു കയറി വന്നിട്ട് ആളാവരുത് കേട്ടറാ. വെച്ചിട്ട് പോടാ, അല്ലെങ്കിൽ നിന്നെ പറഞ്ഞു വിടാൻ എനിക്കറിയാം. ഇത് എന്റെ ലൈവാ. വേറൊരുത്തം വന്നിട്ടുണ്ട്, നിർഷാദ്. തട്ടമിട്ടൂടെ? ആദ്യം നീ പോയി അങ്ങിട് പോ. നിന്നോട് ആരാടി ലൈവ്? നിന്റെ തന്ത സെൻഹാസൂനി, നിന്റെ തന്ത പറഞ്ഞു എന്നോട് ഇപ്പൊ ലൈവ് വരാൻ. എന്തേ? സോഷ്യൽ മീഡിയ നിന്റെ തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയതാ? കുറെ എണ്ണം കേറിഞ്ഞു വരും. അജൽ ഇക്ബാൽ, നിനക്ക് അസുഖം വല്ലതും ഉണ്ടോന്ന്? ആടാ, നിന്റെ തന്തയുടെ ഭ്രാന്ത് ആദ്യം ചികിത്സിക്കും. നിന്റെ അമ്മയുടെ കാമഭ്രാന്തം ചികിത്സിക്കാദ്യം. അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവരെ ചികിത്സിക്കാൻ നീ ഇറങ്ങിയാ മതി. കർഹത്താണോ തട്ടംന്ന്? എന്താണ് സിദാന്റെ വാപ്പക്ക് ഭ്രാന്താണെന്നാ? കൊണ്ട് ചങ്ങല കിട്ടറാ, പെട്ടെന്ന് കൊണ്ട് ചങ്ങല കിട്ടറാ. ചെല്ലേ. അങ്ങനെ ഈ പെൺകുട്ടിയെ വല്ലാതെ ഹരാസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ പെൺകുട്ടി പോലീസിൽ കേസ് കൊടുത്തു, FIR രജിസ്റ്റർ ചെയ്തു. പക്ഷേ ജസ്ന പറഞ്ഞ വിഷയങ്ങളൊന്നും ആയിരുന്നില്ല കോടതിയിൽ എത്തിയത്. കാരണം ഇവർക്ക് ഏറെ സ്വാധീനങ്ങളുണ്ട്. അതിനെ സംബന്ധിച്ച് ജസ്ന തന്നെ വിഷയങ്ങൾ വളരെ കൃത്യമായി പല ചാനലുകൾക്കും ഇന്റർവ്യൂ നൽകി കൃത്യമായി വെടിപ്പായിട്ട് കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു. മുഹമ്മദ് ഷിബിലി, ഉമ്മായി വിളിക്കുന്ന ഓമനപ്പേരാണോടാ അത്? ആണോ? ഉമ്മായ വാപ്പായും പിന്നെ നിങ്ങളും ഇങ്ങനെ തന്നെയാ വിളിക്കാറല്ലേ? ഉമ്മയുടെ ഓക്കെ, തള്ളക്ക് വിളിക്കല്ലാതെ വഴിയില്ല നിന്നെയൊക്കെ. എന്താടാ ഹാറൂൺ, ഉമ്മ വെടിച്ചിയാണെന്നാ? ഉമ്മാക്ക് വെടിലുക്കാണെന്നാ? വെടിച്ചിക്ക് പിന്നെ വെടിലുക്കല്ലേ ഉണ്ടാകത്തുള്ളടാ. നിന്റെ വാപ്പ ആരാണെന്ന് പോയി ചോദിക്കടാ അവളോട്, നിന്റെ തള്ളയോട്. നിന്റെ തള്ള മുതുവെടിയോട് പോയി ചോദിക്കേ നിന്റെ തന്ത ആരാണെന്ന്. എന്നോട് വന്ന് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ട്? എനിക്കെങ്ങനെ അറിയാടാ നിന്റെ തള്ള എവന്റെയൊക്കെ കൂടെ പോയിട്ടുണ്ട് എന്ന്? ഇവർക്കാർക്കും എന്നോട് പേഴ്സണലി എന്നെ അറിയുന്ന ആളുകളല്ല. ഓടിപ്പോയി റിപ്പോർട്ട് അടിച്ചിട്ട് മമ്മതേ ചെല്ലേ, പെട്ടെന്ന് ചെല്ലേ, ഇപ്പൊ തന്നെ പോണേ. നിങ്ങൾ റിപ്പോർട്ട് അടിച്ച് ദിവസവും എനിക്ക് ലൈവ് വരേണ്ടി വരികയാണിപ്പോ. ചാനൽ കൂട്ടിയിട്ടേ. എന്താ ഫിദ ഫൈസൽ,
ഉമ്മ പടക്കമായിരുന്നെന്നാ? ആ ശരി. എടാ, പടക്കത്തിന്റെ മോൻ പിന്നെ പടക്കമല്ലേ അകത്തുള്ളടാ. ഏ ആ ഉമ്മ പടക്കക്കാരി ആണെങ്കിൽ പിന്നെ നീ അതിനെക്കാട്ടിൽ വലിയ പടക്കമല്ലേ ആകൂ. പിന്നെ കുഴപ്പമാണോ? വേറൊരുത്തന്റെ ഉമ്മാക്ക് ഭ്രാന്താണെന്ന്. MF ഉമ്മാടെ കൂടെ കിടക്കുകയാണെന്ന ഫോട്ടോ എടുത്ത് വെച്ചോ മോനെ, നാളെ കൂട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാൻ, വേണമെങ്കിൽ അവർക്കും കൂടി കൊടുക്കാമല്ലോ. മുഹമ്മദ് അനീക്ക് ഉമ്മാടെ കൂടെയാണെന്നോ ദിവസവും കിടക്കുന്നത്? ആ ശരിയെന്നാ. ഹഫ്നാക്ക് എന്താ പ്രശ്നം? വാപ്പായെ കിട്ടിയില്ല എന്നാ കിടക്കാന്? ആ ശരി. അപ്പോൾ ഇത്തരം കമന്റുകളുമായിട്ട് വരുന്ന ആളുകളെ നിങ്ങൾ തന്നെ പ്രതിരോധിക്കുക. നജിയക്ക് എന്താ ഉമ്മ വേണോന്നാ? മിഥു മോൻ എന്താടാ നിന്റെ ഉമ്മ ബോംബുകാരിയായിരുന്നെന്നാ? ഓ പറയണ്ടേത് പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. എത്ര തള്ളയ്ക്കും തന്തയ്ക്കും വിളി കേട്ടാലും നാണവും മാനവും ഇല്ലാത്ത ഏക വിഭാഗം ഇവരാണ്. ആ പഫ്ന അയ്യാരാന്ന് നിന്റെ തന്തയ്ക്ക് ആദ്യത്തെ കെട്ടിലുണ്ടായതാ? ഇറങ്ങിപ്പോടി. ഇറങ്ങിപ്പോടാ നാറികളെ, നിന്നെയൊക്കെ ആരാടെ വിളിച്ചത്? അപ്പോ ഇസ്ലാമിനെ ഇനി ആരെങ്കിലും അവഹേളിക്കാൻ ശ്രമിക്കുകയോ ഇസ്ലാമിനെ കരിവാരി തേക്കാൻ ശ്രമിക്കുകയോ വിമർശിക്കുകയോ ചെയ്താൽ അവർക്ക് ഇതുപോലെയുള്ളതായിരിക്കും ഫലം എന്ന് ജസ്നയെ പീഡിപ്പിച്ച് വിഷ്വൽ എടുത്തു വെച്ച് സാമ്പത്തികമായി പറ്റിച്ചവൻ സമൂഹത്തോട് വിളിച്ചു പറയുവാണ്. അതായത് ഇനിയും ഇസ്ലാമിനെ അങ്ങനെ വിമർശിക്കുകയോ അവന്റെ മതത്തെ സംബന്ധിച്ച് മതത്തെ കൊള്ളുന്ന രൂപത്തിൽ എങ്ങാനും നമ്മൾ എന്തെങ്കിലും ചെയ്താൽ ഇതുപോലെ അവൻ പെണ്ണുങ്ങളെ പിടിച്ചു കൊണ്ടുപോയി കെട്ടിയിട്ട് പീഡിപ്പിച്ച് ആ വിഷ്വൽ എടുത്തു വയ്ക്കും. എന്തിന്? നമ്മളെ ഭീഷണിപ്പെടുത്താൻ, എന്നിട്ട് പണം തട്ടാൻ. എന്നിട്ട് ഒരു ദിവസം അവനത് സോഷ്യൽ മീഡിയയിൽ എടുത്തിടും. എങ്ങനെയുണ്ട്? ആ ജസ്നയ്ക്ക് അറിയുന്ന പണി വരപ്പാണ്. അതുകൊണ്ട് ആ പെൺകുട്ടിക്ക് അറിയുന്ന പണി ചെയ്ത് അത് ജീവിക്കുന്നു. അഭിനയം ചിലർക്കൊരു കലയാണ്. അതിനനുസരിച്ച് അവരവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. മമ്മൂട്ടി ഏതെല്ലാം വേഷങ്ങളിൽ അഭിനയിക്കുന്നു. പിന്നെ മാർക്കോസ് ഇസ്ലാമിക ഭക്തിഗാനങ്ങൾ ഏറെയും പാടിയിട്ടുണ്ടല്ലോ. അവരുടെ മതത്തിൽ നിന്നും അയാൾ പുറത്തു പോയിട്ടില്ലല്ലോ. ഇപ്പതാ മറ്റൊരാള് നിള നമ്പ്യാർ, അവർക്ക് തുണി ഉരിഞ്ഞ് ജീവിക്കാൻ ഇഷ്ടമാണ്. അവർക്ക് മറ്റൊരു മാർഗവും ഇല്ലാതെ വന്നപ്പോൾ അവർ സ്വീകരിച്ച മാർഗമാണെന്ന് പറയുന്നു. ഒരുപാട് സ്ത്രീകൾ മക്കളെ വളർത്താൻ വേണ്ടി വ്യത്യസ്തമായ ജോലികൾ സ്വീകരിക്കുമ്പോഴും തുണി ഉരിയണം എന്ന് ഒരിക്കലും അവരാരും ചിന്തിച്ചിട്ടില്ല. പക്ഷെ അവർ ചിന്തിക്കാത്തത് കൊണ്ട് മറ്റാരും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്ന് നമുക്ക് ശഠിക്കാൻ പറ്റുമോ? ഇനിയിപ്പോ മതവിമർശനം നടത്തിയെന്നിരിക്കട്ടെ, ഗൾഫിൽ ഇരുന്നുകൊണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു പോസ്റ്റ് ഷെയർ ചെയ്തു, അതല്ലെങ്കിൽ ഒരു പോസ്റ്റിന് കമന്റ് ഇട്ടു. ആ മലയാളികൾ ആ വ്യക്തിയെ മലയാളികൾ മുഴുവനും സംഘം ചേർന്ന് ബുദ്ധിമുട്ടിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. വീഡിയോ പിടിച്ച് ഇവര് സോഷ്യൽ മീഡിയയിൽ ഇടുകയും ചെയ്യും. എന്നിട്ട് പോലീസിന് പിടിച്ചു കൊടുക്കും. ഇത്തരം ദീനികളായ സഹിഷ്ണുതയില്ലാത്ത മുസ്ലിം സഹോദരങ്ങൾ എമ്പാടുമുണ്ട് നമ്മുടെ നാട്ടിൽ. ഗൾഫിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മത പോലീസ് ഇവരാണ് എന്നിവര് ധരിക്കുക. നൂപുർ ശർമ്മയുടെ വിഷയം വന്ന സമയത്ത് ഇന്ത്യൻ പ്രോഡക്റ്റുകൾ ഇവര് ബഹിഷ്കരിക്കുവാണ് കുവൈത്തില്. അപ്പൊ കുവൈത്ത് സർക്കാർ ചിന്തിച്ചു, സ്വന്തം രാജ്യത്തോട് പോലും കൂറില്ലാത്ത ഇവർ നാളെ നമ്മുടെ രാജ്യത്തിനും വിലങ്ങ് തടിയാവില്ലേ? അങ്ങനെ അവർക്ക് ട്രാവൽ ബാനിങ് കിട്ടുവാണ്. ഇങ്ങനെയാണ് ഓരോ വിഷയം വരുമ്പോഴും.
ഇസ്രായേൽ ഹമാസ് വിഷയം വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇവിടെയുള്ള താലിബാൻ പ്രേമികൾ, ഹമാസ് പ്രേമികൾ എത്രത്തോളം ഉണ്ടെന്നും. നാളെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു പ്രശ്നം വന്നാൽ ഈ ഹമാസ് പ്രേമികൾ ആരോടൊപ്പം നിൽക്കുമെന്നും നമുക്ക് ബോധ്യപ്പെട്ടു. ഗൾഫ് കൺട്രികളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മത പോലീസ്, നമ്മുടെ മതത്തെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ, കമന്റ് ഇട്ടാൽ, പോസ്റ്റ് ഇട്ടാൽ ഒക്കെ ഈ മലയാളികളാകുന്ന മുറിയന്മാര് മുഴുവനും അവരാണ് അവിടുത്തെ സ്വദേശികളായിട്ടങ്ങ് മാറും. അവരാണ് പൗരാവകാശങ്ങളെ സംരക്ഷിക്കുന്ന ആളുകൾ. അവരൊക്കെ അറബ് തുല്യതയുള്ള ആളുകളാണ്. അതായത് ഹിന്ദികൾ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യക്കാർ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ആഢ്യത്വമുള്ള മുറിയന്മാരായിട്ടുള്ള മലയാളികളെ ആണ് വിളിക്കുന്നത് എന്നുള്ള ധാർഷ്ട്യമാണ് ഇവരുടെ മനസ്സിൽ. അങ്ങനെ ജയിലിലിടപ്പെട്ട ഒരുപാട് ആളുകളെ നമുക്കറിയാം, ഒരുപാട് സംഭവങ്ങൾ നമുക്കറിയാം. പലരുടെയും പ്രഭാഷണങ്ങൾ അറബിയില് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതൊക്കെ നമുക്കറിയാം. ഏതൊരു പ്രശ്നം എവിടെ വന്നാലും ശരി, അതിൻ്റെ അകത്തേക്ക് മതം തിരികിയാൽ അവര് സുരക്ഷിതരാണ്. ഇതൊരു പൊതുബോധമാണ് മുറിയന്മാരുടെ. അമുസ്ലിങ്ങളായ വിദേശികൾക്കിടയിൽ ഇത് പരക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങോട്ട് വന്ന് ചൊറിഞ്ഞു വാങ്ങിച്ചിട്ട് അങ്ങോട്ടൊരെണ്ണം കൊടുക്കുമ്പോൾ മതനിന്ദ നടത്തി എന്ന് ആരോപിക്കും. പിന്നെ കാര്യങ്ങൾ ഏകപക്ഷീയമാണല്ലോ, കാരണം വിദേശമല്ലേ. അതായത് മുസ്ലിങ്ങൾ അല്ലാത്ത ആളുകളൊക്കെ ഇവരെ സഹിച്ചും ഭയന്നും ആ രാജ്യത്ത് ഒതുങ്ങി ജീവിച്ചോണം. മതരാജ്യമായതുകൊണ്ട് കാഫിറുകളുടെ വാക്കിന് വിലയില്ല. അവരുടെ സത്യങ്ങൾ അവർക്ക് ആർക്കും കേൾക്കണ്ട. ഈ ഭയം എപ്പോഴും ഒരു അമുസ്ലിമിന്റെ മനസ്സിൽ ഉണ്ടാകും. അത് മുതലെടുത്തിട്ടാണ് അന്യമതസ്ഥരെ ഇവര് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. പൗരത്വ പ്രതിഷേധങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണിത്. അവര് സംഘം ചെയ്യും, ആക്രോശിക്കും, ആക്രമിക്കും. ആരെങ്കിലും എതിർത്താൽ ഇവൻ നമ്മുടെ മതത്തെ അധിക്ഷേപിച്ചു എന്ന ഒറ്റ വാക്കിലെ ഉത്തരം കൊണ്ട് വേഗത്തിൽ ഒന്നുകിൽ വിദേശത്ത് ജയിലിൽ, അതല്ലെങ്കിൽ ജോലി ഫിനിഷായി നേരെ നാട്ടിലേക്ക് വെച്ചടിച്ചു. അതായത് മുസ്ലിങ്ങളായ ആളുകളിൽ ഒരാൾക്ക് പ്രശ്നം വന്നാലും മുഴുവൻ ആളുകളും അയാളോടൊപ്പം പക്ഷം ചേർന്ന് നിൽക്കും. കാരണം മതനിന്ദ എന്ന ചെറിയ ഇരയെ ഇട്ട് വലിയ ഇരയെ പിടിക്കുന്ന ഒരു രീതിയാണത്. അപ്പോൾ അമുസ്ലിങ്ങൾ ഇവർക്ക് മുമ്പിൽ നിസ്സഹായരായി മാറും. ഈ ഒരു സാഹചര്യം ഉപയോഗിച്ചിട്ടാണ് ഇവർ എല്ലാ കാലത്തും ഉഗ്രവിഷമുള്ള മൂർഖന്മാരായി വിദേശ രാജ്യങ്ങളിൽ മാറിക്കൊണ്ടിരിക്കുന്നത്. അതിന് സത്യസന്ധത ഉണ്ടാകില്ല, ന്യായമുണ്ടാകില്ല. അവിടെ ചെന്നു കഴിഞ്ഞാൽ ഇവരവിടത്തെ എന്തോ രാജാക്കന്മാരും അമുസ്ലിങ്ങൾ അവിടത്തെ അടിമകളുമാണ് എന്ന ഒരു ധാർഷ്ട്യവും ധാരണയുമാണ് ഇവർക്ക്. കുറ്റത്തെ ന്യായീകരിക്കാനോ അതല്ലെങ്കിൽ മനസാക്ഷിക്ക് നിരക്കാത്തത് സംസാരിക്കാനോ ഇവർക്ക് നല്ല തിണ്ണമെടുക്കാം. മതനിന്ദ എന്ന ഇരുതല മൂർച്ചയുള്ള വാളിനെ എടുത്തങ്ങോട്ട് ഇട്ടുകൊടുത്താൽ മതി. ഈ ഭയം കൊണ്ട് മാത്രം പലപ്പോഴും അമുസ്ലിങ്ങൾ സത്യസന്ധമായ കാര്യങ്ങളാണെങ്കിൽ പോലും മാപ്പു പറയാനും, മനസാവാച അറിയാത്ത വസ്തുതകളാണെങ്കിൽ പോലും നെഞ്ചു പൊട്ടി ചെയ്യാത്ത കുറ്റം കരഞ്ഞു വിളിച്ച് ഏറ്റു പറഞ്ഞു മാപ്പ് ചോദിക്കുകയും ചെയ്യുന്ന വീഡിയോ നമ്മൾ കണ്ടിട്ടില്ലേ ഒരുപാട്. കാരണം അവിടെ നിന്ന് പോകണം, വീട്ടിൽ ഒരുപാട് പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളും ഒക്കെയായി പല പ്രതിസന്ധികളും മുമ്പിൽ കണ്ടിട്ട് ഗൾഫ് രാജ്യത്തേക്ക് വെച്ച് പിടിച്ചതാണ്. ഈ ഒരു കേസ് കെട്ടുമായി ജോലിയും ഇല്ലാതായി നാട്ടിലേക്ക് ചെന്നാലുള്ള ഭയാനകമായ അവസ്ഥയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു മാപ്പല്ലേ പറഞ്ഞേക്കാമെന്ന് വിചാരിക്കും. പക്ഷെ അവരിത് വീഡിയോയിൽ പകർത്തുന്നുണ്ട്. അവർക്കിത് ബിസിനസ് ടൂളാണ് മതം. ഈ വീഡിയോ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഇവരെത്തിക്കും. എന്നിട്ട് ഇവരൊരു ക്യാപ്ഷൻ കൊടുക്കും, സംഘി പിന്നെയും ഷൂ നക്കി. ഗൾഫിലെത്തിയാൽ ഈ രാജ്യത്തിന്റെ നിയമമനുസരിച്ചു മര്യാദയ്ക്ക് നടന്നോണമെന്നും
അല്ലെങ്കിൽ സംഖ്യയുടെ ദീനരോധനങ്ങൾ, ഇതൊക്കെയായിരിക്കും അടിക്കുറിപ്പുകൾ. എന്നിട്ട് വ്യാപകമായി ഇവര് പ്രചാരണം നടത്തും. ഇവർക്കൊരു ആത്മസംതൃപ്തിയാണ് അതുകൊണ്ട് ലഭിക്കുന്നത്. സ്വന്തം നാട്ടുകാരെ മതത്തിന്റെ പേരിൽ, രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ ഈ രൂപത്തിൽ മാനസികമായി പീഡിപ്പിച്ചിട്ട് ഇവർക്ക് ലഭിക്കുന്ന ഒരു 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 മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതിന്റെ പേരാണ് മാനവികത. മനസ്സിലായോ? അതായത് ഇനിയും കുറ്റം ആരോപിക്കപ്പെടുന്ന വ്യക്തിയാണ്, ഒരു കുറ്റവും ചെയ്തിട്ടുണ്ടാവില്ല, എന്നാൽ പോലും BJP കാരനാകണമെന്ന് നിർബന്ധമില്ല. അവൻ ഒരു അമുസ്ലിം ആയാൽ മതി, അവനൊരു മുസ്ലിം നാമധാരി ആയിരിക്കരുത്. പിന്നീടുള്ള ചാപ്പകുത്തലൊക്കെ അവരുടെ